അമരം 4K ദൃശ്യമികവോടെ നവംബർ 7 മുതൽ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലേക്ക്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6ന്റെ ഒരു അതിമനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹസ്വാഗതം. അപ്പൊ നമ്മുടെ കുട്ടി പാട്ടുകാരുടെ കൂട്ടുകാരാണ് ഇരിക്കുന്നത്. എല്ലാവരും റെഡി അല്ലേ? സോ ലെറ്റ്സ് വെൽക്കം മധു അങ്കിൾ, ആര്യ ചേച്ചി ആൻഡ് MJ അങ്കിൾ. വെൽക്കം. റെഡി അല്ലേ പാട്ട് കേൾക്കാൻ? ഒരു വെറൈറ്റി റെഡി ആവലാണ് നമ്മളിപ്പോ കണ്ടത്. എന്തോ ഡ്രസ് കളിക്കുന്നുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇടാനായിട്ട് കാണാൻ മാത്രല്ല ഇടാനൊന്നും നല്ല AC ആണെന്ന് തോന്നുന്നു അല്ലേ? എയർ കണ്ടീഷൻ. എനിക്ക് തോന്നിയത് കളറും ഭയങ്കര സൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ തൽക്കാലം നമുക്ക് പാട്ട് കേൾക്കാം. റെഡി അല്ലേ? Ready. നമുക്ക് ആദ്യത്തെ ആളെ വിളിക്കാം. ദയാ മോൾ. ഓ മേഴ്സി കുട്ടി. ദയാ 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 ദയാൽ വന്നില്ലേ ഇതുവരെ? ഇത്രയും വിളിച്ചിട്ടും അല്പപോലും ദയയില്ലേ? അതെ, ഏയ് മേഴ്സി കുട്ടി, ദയകുട്ടി ഓടിച്ചാന്ന് ഓർത്തിട്ടുണ്ടാവും. മേഴ്സി മോളെ. ദയകുട്ടി ഓടി വാ. ബാബാ എക്കോ അല്ലത്. ഓ ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ആഹാ, ഞാൻ വേണമെങ്കിൽ സോറി, മധുവങ്ങളെ കണ്ടിട്ട് കൊറേ ദിവസമായി. അത് അപ്പൊ ഞാനും കുറെ ദിവസം പോയിട്ട് വരാം. ഇനി അയ്യോ എങ്ങോട്ടെങ്കിലും പോവാൻ ഇടയ്ക്ക് പോണോ? വേണ്ട, ഇവിടെ തന്നെ ഇരുന്നാ മതി. വീട്ടിൽ പോയിട്ട് എന്താണ് വിശേഷം? വീട്ടിൽ പോയിട്ട് എന്താണ് എല്ലാവരും എന്റെ അടുത്ത് ഓടി വന്ന്. വന്നിനി എല്ലാരും ഓടി വന്നു. ഓടി വന്നു. ദയമോളെ സുഖല്ലേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞ് സുഖാണ് എന്നാണ്. പിന്നെ കടയിൽ പോയപ്പോ അമ്മയുടെ കൂടെ പുറത്തു പോയപ്പോ അപ്പൊ എല്ലാരും വന്ന് പിന്നെയും കെട്ടിപ്പിടിച്ചു. അല്ല, എല്ലാവരും പറഞ്ഞ് അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ട് ഞാൻ വെറുതെ അങ്ങോട്ട് നോക്കിയപ്പോ എന്റെ ഫ്ലെക്സ് ഇരിക്കുന്നു. അത് ശരി. സ്പെഷ്യൽ കുറെ വിശേഷങ്ങൾ നമുക്കുണ്ട്. ദേണ്ടേ ആഹാ, കൊള്ളാലോ. BCC പള്ളിപ്പടിയുടെ അഭിനന്ദനങ്ങൾ. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6ലേക്ക് സെലക്ട് ആയ ദയാ മോൾക്ക് BCC പള്ളിപ്പടിയുടെ അഭിനന്ദനങ്ങൾ. ഈ BCC പള്ളിപ്പടി എന്ന് പറഞ്ഞാൽ എന്താ? അത് എനിക്കറിയില്ല. എന്തായാലും BCC പള്ളിപ്പടിക്ക് ഹായ് 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 ഹായ്. അതെ. എന്നിട്ട് സ്കൂളിൽ ചെന്നപ്പോ ഫ്രണ്ട്സ് എല്ലാരും ഉണ്ടായിരുന്നു. ഞാന് അറിയാണ്ട ചെന്നത് സർപ്രൈസ് ആയിട്ട്. ഈ ശല്യം വന്നു. അയ്യോ, എന്താ അങ്ങനെയൊക്കെ ചോദിക്കണേ? ഒരു ആശ്വാസമായിട്ടാ കണ്ടത്. സ്കൂളിൽ ഭയങ്കര ശല്യമാണോ? കുറച്ച് വികൃതിയാണല്ലേ? കുറുമ്പ് കാണിക്കാറുണ്ടോ? കുറച്ച് എന്തൊക്കെ കുറുമ്പുകളാ കാണിക്കാറ്? അങ്ങനെയൊന്നും ഉപദ്രവിക്കാറുണ്ടോ? പൊതുവെ ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു, ഒരു ഉപദ്രവകാരിയാണെന്ന്. ശരിയാണോ? എല്ലാ സീസണിലും നമുക്കൊരു ഉപദ്രവകാരി ഉണ്ട്. എന്താ എല്ലാരും ഉപദ്രവിക്കുന്നു കേട്ടു. എങ്ങനെയാ ഉപദ്രവിക്കുന്നത്? അത് ഞാനിങ്ങനെ രോമം കഴിഞ്ഞ സീസണിലുണ്ടല്ലോ രോമം പറിക്കുന്നത്. നീഹാര അവിടെ ഉണ്ടോ? വീട്ടിൽ വല്ലതും പോയി നിന്നോ? ഇല്ല. ഇത്രമാത്രം ഇൻസ്പയർഡ് ആവാൻ എന്താ കാരണം? അമ്മ ഇത് കേട്ടപ്പോ ഏറ്റവും ഞെട്ടിയത് എന്റെ മോളെ പോലെ വേറൊരാളോ. ദയകുട്ടി അപ്പൊ എന്താ പാടാൻ പോന്നേ? ഞാന് പാടാൻ പോകുന്നത് ദൂരെ മാമരക്കൊമ്പിൽ. മരത്തിൽ കയറാറുണ്ടോ? ഉണ്ട്. ഉണ്ടല്ലേ? മിനിയേച്ചറാന്ന് തോന്നുന്നു നീഹാരയുടെ. അല്ലേ, നീഹാര മരത്തിലും കയറും. കേറും. പേര് മരത്തിലാണോ കേറാ കുട്ടി? അതെങ്ങനെ പഠിച്ചു ഇങ്ങനെ മേളിൽ കയറാൻ, കൊമ്പത്ത് കയറാൻ? അതൊരു കാല് വെക്കും, ഒരു കാല് വെച്ചു, പിന്നെ അടുത്ത കാല് വെക്കും. അത് ശരി. അപ്പൊ കൈ പിടിക്കേണ്ട മരത്തിൽ കയറണേ. അതായത് ഒരു അടുത്ത കാല് വെക്കുക. അങ്ങനെ പിന്നെ അടുത്ത കാല് വെച്ച് മറ്റേ കാല് വെച്ച് പിന്നെ മരത്തിന്റെ മേലെ കയ്യും പിടിച്ച് ഇങ്ങനെ കയറും. എന്ത് പ്രത്യേക സിദ്ധി കിട്ടിയ ആളാന്ന് തോന്നുന്നു. കൈ തൊടാതെ ഇങ്ങനെ നേരെ കാല് വെച്ച്. അപ്പൊ എത്ര പൊക്കത്തിൽ കയറും? ഞാനൊരു കുറച്ച്. മേഴ്സിക്കുട്ടി, എന്തേ ആ ഡീറ്റെയിൽസ് ഒന്ന് പറയൂ. മ്യൂസിക് വിദ്യാസാഗർ സാർ, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ, ഇയർ 1997. സിനിമയുടെ പേര്
വർണ്ണപ്പകിട്ട്. ഈ വർണ്ണ പകിട്ടിന്റെ അവസാനം വരുമ്പോ എന്തോ ഒരു സംശയം പോലെ. നമ്മള് പവിട്ട് എന്ന് പറയാൻ പോകുന്നുണ്ട്. അതാണോ? ഞാൻ വിചാരിച്ചു എന്താണ് ഈ വർണ്ണ പകിട്ട്? വർണ്ണ പകിട്ട് അങ്ങനെ പറഞ്ഞേ? വർണ്ണപ്പകിട്ട്. ഓക്കെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ് ദേക്കുട്ടി. All the best. All the best. താങ്ക് യു ചേച്ചി. ദൂരെ മാമരക്കൊമ്പിൽ ഒരു താരാജാലക കൂട്ടിൽ
ദേക്കുട്ടി എന്തോ സുഖായിരിക്കുന്നോ? സുഖം സുഖം. ശബ്ദത്തിന് വയ്യാണ്ടുണ്ടോ? ആ കുറച്ച്. അടുത്ത ജലദോഷം. ഹായ് എന്തോരം കൂട്ടുകാരാ അത്. എല്ലാവർക്കും ജലദോഷം. അപ്പൊ കുറച്ച് സ്ട്രെയിൻ തോന്നിയോ പാടാൻ വേണ്ടിട്ട്? ആ കുറച്ച്. അതിപ്പം പാട്ടില് മുഴുവനായിട്ട് കേൾക്കാനുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സ്ട്രെയിനും ഒരു കംഫർട്ടബിൾ അല്ലാത്ത ഫീല് കിട്ടി മൊത്തത്തിൽ പാടിയപ്പം. കളിയാടും കാറ്റിൽ മേലാകെ ഒന്നും കൂടെ പാടിത്തരാമോ? കളിയാടും കാറ്റിൽ മേലാകെ മേലാകെ താരാ അവിടെ എത്തണം നോട്ട്. മേലാകെ 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 ആ സംഗതിക്ക് ഒരു ക്ലാരിറ്റി. താരാരാ മേലാകെ Yes. കുളിരും Yes. സല്ലാപം. ക്ലാരിറ്റിയും വേണം. അത് ചിത്ര ചേച്ചി ഭയങ്കര ഭംഗിയിലാണ് അത് പാടിയിരിക്കുന്നത്. അത്രയും സോഫ്റ്റ് ആയിട്ട് ആ ഡൈനാമിക്സ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് ചിത്ര ചേച്ചി അവിടെ പാടിയിരിക്കുന്നത്. എൻ്റെ ഈ പാട്ടിലത്തെ ഫേവററ്റ് പോർഷനും അതാണ്. പക്ഷെ ഈ ഒരു പ്രായത്തിൽ യു ആർ അറ്റംപ്റ്റിംഗ് ഇറ്റ് വിച്ച് ഇസ് റിയലി ഗുഡ്. അത് ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര ധൈര്യം വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. വേറൊരു കാര്യം എന്താ ശ്രദ്ധിച്ചറിയോ? മധുര സാന്ത്വനമായി എന്ന് പറയുമ്പോ മധുചേട്ടന് എന്നെ നോക്കി. ആ അതെന്തിനാ നോക്കിയേ? മധു എന്നുള്ളതുകൊണ്ടാണോ? അതെ അതെ. ആണല്ലോ ഒരു കൈയോണ്ട് ഇങ്ങനെ കാണിക്കുകയും ചെയ്തു. മധു ആണോ? അതാണോ നോക്കിയത്? ആ അതെ. കണ്ടോ ക്യാപ്റ്റൻ, യെസ്. നമ്മള് രണ്ടുപേരും ഒരു കാര്യം ഇല്ലട്ടാ. അപ്പൊ അത് ഞാൻ ശ്രദ്ധിച്ചു കേട്ടാ. അടുത്തതില് ആര്യ ജയ എന്നൊക്കെ കാണുമ്പോ സാറിനൊക്കെ നോക്കണം. അപ്പൊ മധു അങ്കിള് ബാക്കി പറഞ്ഞോ. അപ്പൊ മേഴ്സിക്കുട്ടി എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത് കേട്ടോ. ഇതില് വേറെ നല്ല നല്ല പാട്ടുകളുണ്ട്. അങ്ങനെ പാട്ടുണ്ട്. മാണിക്കല്ലാൽ മെനുമെനഞ്ഞ് മാമണിക്കൊട്ടാരം വെള്ളി നില തുള്ളികളോ. അപ്പൊ ഇന്ന് പാടിയതിൽ എനിക്കും കുറച്ച് സ്ട്രെയിൻ ഫീൽ ചെയ്തു. സംസാരിക്കുമ്പോഴും കുറച്ച് ഒരു കാറ്റുണ്ട് സംസാരത്തില്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചെറിയ ഒരു വൈക്ലഭ്യം പാട്ടിൽ ഇങ്ങനെ നിഴലിച്ചു എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ ചില ഭാഗങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായി. പിന്നെ രാഗസുമംഗലിയ ദേവമനോഹരിയായി പല്ലവിയിലുള്ള ആ ഭാഗം ഇങ്ങനെ രാഗസുമംഗലിയാ ദേവമനോഹരിയാ. എവിടെയെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടോ ദേവമനോഹരിയില്? ദേവമനോ അവിടെയാണ് പ്രശ്നം തോന്നുന്നത് കേട്ടോ. അതും കൂടി ഒന്ന് കറക്റ്റ് ആക്കിയാണ്. ഓക്കെ. വയ്യാത്തതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നു. പക്ഷെ എന്നാലും അത്യാവശ്യം നന്നായിട്ട് പാടി താങ്ക് യു സർ. കേട്ടോ. താങ്ക് യു. ഈ പാട്ട് നമുക്ക് കേൾക്കുമ്പോഴത്തേക്കും വളരെ ഈസി ആയിട്ട് ഇപ്പൊ പാടിക്കളയാൻ തോന്നും. അതെ, പാടുമ്പോഴത്തേക്കാണ് വിവരം അറിയണത്. ചിത്ര ചേച്ചി അതിനകത്ത് പാടി വെച്ചിരിക്കുന്ന ചില സംഗതികളുണ്ടല്ലോ. അതാണ് പകിട്ട്, ആഡംബരം അല്ലെങ്കിൽ ആഭരണം എന്ന് പറയുന്നത്. അപ്പോൾ നല്ല സ്വരങ്ങളുടെ നിറങ്ങൾ ഉള്ള പകിട്ടുള്ള ഒരു പാട്ടാണ്. ഞാൻ വിദ്യാസാഗർ സാറിന്റെ വലിയൊരു ഫാനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു എനർജിയാണ്. അപ്പൊ ഈ പാട്ട് മെലോഡിയസ്ലി ബ്യൂട്ടിഫുൾ ആണ്. അതേസമയം ഇത് തുള്ളി തുള്ളി പാടേണ്ട പാട്ടാണ്. എങ്ങനെയാണ്? തുള്ളി 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 തുള്ളി. അതൊന്ന് തുള്ളി തുള്ളി പാടിയേ. ദൂരെ മാമര തുള്ളി 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 തുള്ളി. എങ്ങനെ തുള്ളുക? ദൂരെ മാമര കൊമ്പിൽ മനസ്സാണ് തുള്ളുക. അവിടെയാണ് അതിന്റെ മാജിക്. മനസ്സ് തുള്ളണം. അപ്പൊ പാട്ടുകാരിയുടെ മനസ്സ് തുള്ളുമ്പോൾ പാട്ടിൽ തുള്ളൽ വരുമ്പോൾ, തുള്ളൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉറഞ്ഞു തുള്ളണ സംഭവമല്ല. പാട്ടിലൊരു തുള്ളൽ വരുമ്പോഴത്തേക്കും അത് ഓഡിയൻസിന് കേൾക്കുമ്പോഴത്തേക്കും അവർ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പൊ 1 2 3 1 2 3 4 1 2 3 1 2 3 4 എന്നുള്ള അതിൽ നമ്മൾ പിടിച്ചിട്ട് ഇങ്ങനെ തുള്ളി തുള്ളി വരണം. കമോൺ. ദൂരെ മാമര കൊമ്പിൽ ഒരു താരാജാലക കൂട്ടിൽ ഏതോ കാർത്തിക നാളിൽ തുള്ളൽ കൂടണം. പൂക്കും പൗർണമി വാവിൽ മഴവില്ലിൻ മംഗല ശ്രീ ഒരു തൂവൽ പൈങ്കിളി രാഗസുമംഗലിയാ ദേവമനോഹരിയാ. സായിന്ന് സായിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ഓപ്പൺ ചെയ്യാം. പക്ഷെ ഒരുപാട് ഓപ്പൺ ആക്കണ്ട, എക്സാജറേറ്റ് ചെയ്യണ്ട. അതാണ് എക്സാജറേഷൻ ഒരിക്കലും ആവശ്യമില്ല. ജസ്റ്റ് അങ്ങനെ കൊടുത്താൽ മതി. ഇത്തരം പാട്ടുകളൊക്കെ പാടുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എങ്ങനെ വരണം എന്ന് പറഞ്ഞാൽ ആ വാക്ക് എന്താണ്? ഒരു ഹൊറിപ്പിലേഷൻ വരണം. എല്ലാം മനസ്സിലായി കേട്ടോ. ഹൊറിപ്പിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
അറിയില്ല. ഹൊറിബിൾ ആയിരിക്കണം എന്ന്. അല്ല അങ്ങനെ അതെന്തായാലും അത് ആയിരിക്കില്ലല്ലോ. മിനിറ്റ് പാടിയ ഹൊറബിൾ ആയിരിക്കും. ഹൊറിപ്പിലേഷൻ എന്ന് പറഞ്ഞാൽ രോമാഞ്ച് കഞ്ചുക്ക്, ഓ ഒരു രോമാഞ്ചം പറഞ്ഞ ഈ പാട്ട് അങ്ങനെയാണ്. അത് ഞാൻ പറഞ്ഞില്ലേ പകിട്ട്, അത് കിട്ടണം. ശരിക്കും അതാണോ അർത്ഥം? അതാണ് അതിന്റെ അർത്ഥം. എനിക്ക് വിശ്വാസമില്ല. മീനുട്ടി എന്തോ നമുക്ക് കണ്ടുപിടിക്കണം കേട്ടോ. അങ്ങനെ ഇവിടെ ഗൂഗിൾ കുറച്ച് നാള് ശശി തരൂർ സാറിന്റെ ഏത് ശിഷ്യനായിരുന്നു. ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ദേവരാജ മാഷി ശിഷ്യ എന്ന് പറഞ്ഞ പോലെ കുറച്ച് നാള് ശശി തരൂർ സാറിന്റെ ശിഷ്യനായിരുന്നു. അപ്പൊ ആ ഹൊറിപ്പിലേഷൻ നമുക്ക് ഫീൽ ചെയ്യണം. അപ്പോഴാണ് പാട്ട് ബ്യൂട്ടിഫുൾ ആവുക കേട്ടോ. ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മുടെ മേഴ്സിക്കുട്ടി അമ്മയ്ക്ക് ഇന്ന് 96.75 ഔട്ട് ഓഫ് 100. മേഴ്സിക്കുട്ടിയമ്മ പോകുന്നതിന് മുന്നേ വേറൊരു കാര്യം പറയാനുണ്ട്. എന്താന്ന് വെച്ചാൽ മേഴ്സിക്കുട്ടിയുടെ അനിയനെ നമ്മൾ എപ്പോഴും ഇവിടെ കാണാം. അവന് ഭയങ്കര പ്രാർത്ഥനയാ പാടാൻ കയറുമ്പം. അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരു ചെറുതിനെ നമ്മൾ കാണാറുണ്ട്. ഞാനത് ശ്രദ്ധിച്ചു. അവനൊരു സ്പെഷ്യൽ സ്കില്ലുണ്ട്. എന്താ? എന്നുവെച്ചാ അവൻ സ്റ്റേജ് പാടാ ദേവദത്ത് നന്നായിട്ട് കൊട്ടും. ആഹാ, എങ്ങനെ? ബെഞ്ചിലൊക്കെ ഓ അത് ശരി. നല്ലോണം കൊട്ടും. ഇപ്പൊ കൊട്ടാനായിട്ട് ഇപ്പൊ എന്ത് ചെയ്യും? നമ്മളൊരു ബെഞ്ചിൽ കൊട്ടിക്കാൻ പോന്നു. ഒന്ന് കൊട്ടി കാണിക്കാം അവിടെ. ദേവദത്ത, നമ്മുടെ മീനുട്ടിയുടെ തലക്കിട്ട് ഒരു കുട്ടു കൊടുക്കാമോ? ചെയ്യോ അങ്ങനെ? ഇല്ല. ഒരിക്കലും ഇല്ല. കണ്ടോ? നല്ല എന്താ കുട്ടിയാ. കാരണം? പാവായ കാരണം. ആ, പാവം. പാവന്റെ അത്താനൊക്കെ ഇടിക്കുമല്ലേ? അതെ അതൊക്കെ കിട്ടും. അപ്പൊ നമുക്ക് കേട്ടാലോ? അതെ. നമുക്കൊരു ജുഗൽബന്ദി നടത്തിയാലോ? അങ്കിൾ പറയുന്ന കാര്യം തന്നെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അതാണ് അത്രേ ഒന്ന് ഉള്ളൂ. നോക്കാം. അങ്കിൾ ഒന്നും പറയട്ടെ. ആ. തത്തക്കതിനദിം തരിക്കിട്ട തക്കതിനദിം ദിദിം തദിം തദ്ദിം തരകിടതിം ആഹാ. തരകിടതിം ഒന്നിച്ച് തരകിടതിം 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 തരകിടതിം. കൊള്ളാലോ. അവ ചുമ്മാ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അതെ, പക്ഷേ അതെ, അതെ. അടിപൊളിയായിരുന്നു. ചേച്ചിയുടെ ഏത് പാട്ടിനാണ് വായിക്കുന്നത്? ഏതെങ്കിലും മതി. ഏതെങ്കിലും മതി. മതി. 1 2 3 4. പെരുക്ക് പെരുക്ക്. പെരുക്ക് കൊള്ളാം. അതെ. സൂപ്പറാണ്. താങ്ക് യു. എത്ര നേരം പെരുക്കും നോക്കട്ടെ. ആഹാ, കൊള്ളാലോ. സൂപ്പർ കേട്ടോ. കുട്ടനാടൻ കായലിലേക്ക് കൊട്ടുവോ? ആ. കുട്ടനാടൻ കായലിലെ കെട്ടുവള്ള പുഴയുമ്പോ പാട്ടൊന്നു പാടടി കാക്കക്കറുത്തി അന്തിക്കൂട കമഴ്ത്തി ഞാൻ ഇളങ്ങൾ കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ പുള്ളിക്കുയിലേ പുഞ്ചക്കിനി വെള്ളം തേവണം കള്ളിക്കുയിലേ പഞ്ചത്തിലെ വീണും പിടിക്കണം നാട്ടുകായ തിരകൾ വിളിക്കുന്നു തകതിനിക്ക് ഹൃദയ വിളിച്ചുണ്ടൻ വെള്ളം തുടിക്കുന്നു തകതിനി ഹൃദയ കുട്ടനാടൻ കായലിലെ കെട്ടുവള്ളം തുഴയുമ്പോ പാട്ടൊന്ന് പാടടി കാക്കക്കറുത്തി അന്തിക്കൂടം കമഴ്ത്തി ഞാൻ ഇളങ്ങൾ കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. അടിപൊളി. അതുപോലെ അവസാനം തരികിടത്തക്ക അത് കൊള്ളായിരുന്നു കേട്ടോ. എങ്ങനെയായിരുന്നു അത്? ആഹാ. മിടുക്കൻ. പഠിക്കുന്നുണ്ടോ? കൊട്ടാൻ പഠിക്കുന്നു? ഇല്ല. പഠിക്കാൻ പോണില്ല. അയ്യോ, അപ്പൊ ഇല്ല. പഠിക്കണം എന്തായാലും. അമ്മയടുത്ത് പറയണം. അതായത് അവനെ ചെണ്ട പഠിപ്പിക്കണം. അതുപോലെ റിഥം, ഇപ്പൊ തബല, ഡോലക് അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് പഠിപ്പിക്കണം തീർച്ചയായിട്ടും. നല്ല താളബോധമുണ്ട്. ടാലന്റ് എന്ന് പറയുന്നത്. അതെ, ഇങ്ങനെ വീട്ടിലിരുത്തരുത് കേട്ടോ. അപ്പൊ മിടുക്കനാണ് കേട്ടാ. അടിപൊളി അടിപൊളി. മിടുക്കിയും രണ്ടുപേരും മിടുക്കനും മിടുക്കിയും. ഓക്കെ. അപ്പൊ രണ്ടുപേർക്കും ടാറ്റ. ടാറ്റ. ബൈ. ബൈ ബൈ. അത് കുഞ്ഞുണ്ടോക്കോ. ടാറ്റ. ആര്യ ചേച്ചി
ഇനി എത്താൻ പോകുന്നത് നമ്മുടെ വളരെ സത്യമുള്ള ഒരു കുട്ടിയാണ് എത്താൻ പോകുന്നത്. ആരായിരിക്കും അത്? ആരാണ്? അക്കൈതി എത്തുന്നു. ലെറ്റ്സ് വെൽക്കം അക്കൈതി ഓൺ സ്റ്റേജ്. പെർഫോമൻസ് റൗണ്ട് ആണ്. അത് ആര്യ ചേച്ചിനെ വിളിക്കാൻ okay. പ്രത്യേക കാരണം പറയണ്ടേ? പച്ചപ്പനന്ദത്തെ പുന്നാര പൂത്തെ പുന്നെല്ലിൻ പൂങ്കരളെ. ഹായ്. ഹായ്. രണ്ട് പച്ചപ്പനന്ദത്തെ ഉണ്ട് ഇവിടെ. പരിചയമുണ്ടോ നമ്മള് തമ്മില്? പരിചയമുണ്ടല്ലോ. എവിടെ കണ്ടിട്ടുണ്ടല്ലോ? ടോപ്പ് സിംഗറില്. സുഖാണോ? ആ സുഖ. എന്തൊക്കെ വിശേഷം? നല്ല വിശേഷം. പാട്ടൊക്കെ എങ്ങനെയുണ്ട്? പാട്ടൊക്കെ അങ്ങനെ പോണു. ആ. ഞാൻ പാടി അഭിനയിച്ചൊരു ഇതുണ്ടായിരുന്നു. പാടി അഭിനയിച്ചു. ആ ആൽബം. അവിടെ ഒരു ഇല്ലത്താണ് പോയത്. ഞാൻ പറഞ്ഞ ഒരു പണ്ടത്തെ പണ്ടത്തെ ഇല്ലം. അപ്പൊ അവിടെ പോയപ്പോ ഒരു ഏട്ടൻ ഉണ്ടായിരുന്നു. അപ്പൊ ഏട്ടനെ ചോദിച്ചു അവിടുത്തെ ജഡ്ജസ് ആരൊക്കെയാണ്. അപ്പൊ ഞാൻ നിങ്ങളുടെ ഒക്കെ പേര് പറഞ്ഞു. അപ്പൊ ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഹായ് പറയും. ഹായ് ചേട്ടാ. ഹായ് ചേട്ടാ. ആ ചേട്ടന്റെ പേര്? ചേട്ടന്റെ പേരെന്താ? വീട്ടില് കണ്ണേട്ടൻ എന്നാണ് വിളിക്കാൻ തോന്നുന്നു. ഓക്കെ. അപ്പൊ അകേതി കുട്ടി എന്തോ എന്താ ഇന്ന് പാടാൻ പോകുന്നേ? താഴമ്പൂ മുടി മുടിച്ച്. ഹായ്. താഴമ്പൂ മുടി മുടിച്ച്. മുടി മുടിച്ചെന്ന് വെച്ചാൽ അർത്ഥം? അയ്യോ അങ്ങനെ പറഞ്ഞ അറിയില്ല. ആ ശരിക്കും എന്താ? മുടിയിൽ ചൂടി. ആണോ? മുടി മുടിച്ച്. അതാണ് എന്റെ അർത്ഥം. മുടിച്ച്. താഴമ്പൂ മുടിയിൽ തിരികി ചൂടി. എന്നുള്ള അർത്ഥം. അല്ലെങ്കിൽ ചൂടി എന്നുള്ള അർത്ഥമാണ്. ഇതില് ഇഷ്ടംപോലെ നല്ല പാട്ടുകളുണ്ട്. കിരവാണി സാർ ചെയ്ത 3ാമത്തെ ചിത്രമായിരിക്കും മലയാളത്തില്. അതില് നല്ല ശിശിരകാലമേഘമിഥുനരതിപരാഗമോ അതോ ദേവരാഗമോ ആ പാട്ടുണ്ട്. പിന്നെ യാ 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 അമേരിക്കന്ന് വന്നിട്ട് പാടിയ പാട്ടാ. യാ 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 യാദവാ നിന്നെ അറിയാ. ഞാൻ അമേരിക്കന്ന് ചുമ്മാ പറഞ്ഞാട്ടാ. യാ 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 എന്ന് പറഞ്ഞാൽ പറഞ്ഞാണ്. ശശികല ചാർത്തി. അതുണ്ട്. അതെ. പാട്ടിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞല്ലോ അല്ലേ? ഇല്ല ഇല്ല അയ്യോ അതിനു മുമ്പ് ഞാൻ കിരവാണി സാറിന് പറഞ്ഞല്ലേ. എന്നാ ബാക്കിയൊക്കെ പറഞ്ഞോ. ലിറിക്സ് രാജേന്ദ്രൻ സാറ്. MD രാജേന്ദ്രൻ സാർ. MD രാജേന്ദ്രൻ സാറ്. മ്യൂസിക് MM കീരവാണി സാർ. കീരവാണി സാർ. ഇനി ബാക്കി പാടിയത് സുജാതമ്മ. വർഷം 1996. അപ്പോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താഴമ്പൂ മുടി മുടിച്ച് 18 മുളം ചിലഞ്ഞൊറിഞ്ഞൊടുത്ത് വെള്ളിച്ചിട്ടണിഞ്ഞ് മൂക്കുത്തിയണിഞ്ഞ് വെള്ളിച്ചിട്ടണിഞ്ഞ് മൂക്കുത്തിയണിഞ്ഞ് മകളൊരുങ്ങ് മണമകളൊരുങ്ങ്. താഴമ്പൂ മുടി മുടിച്ച് 18 മുളം ചിലഞ്ഞൊറിഞ്ഞൊടുത്ത് വെള്ളിച്ചിട്ടണിഞ്ഞ് മൂക്കുത്തിയണിഞ്ഞ് വെള്ളിച്ചിട്ടണിഞ്ഞ് മൂക്കുത്തിയണിഞ്ഞ് മകളൊരുങ്ങ് മണമകളൊരുങ്ങ്. കണ്ണു തട്ടാതിരുന്നീടാം കവിൾ പൂവിൽ മഷി തേച്ചൊരുങ്ങേ. കണ്ണു തട്ടാതിരുന്നീടാം കവിൾ പൂവിൽ മഷി തേച്ചൊരുങ്ങേ.
അണിഞ്ഞ് മകളൊരുങ്ങ് മനമകളൊരുങ്ങ്. ഗുഡ് 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 ഗുഡ്. Thank you. മിസ് സെബാമോൺ ആൻഡ് മിസ് നിഹാര എന്തോ സർ? ചിരി കലക്കി. കലക്കി. ആ ചിരി ചെന്ന് ഒന്നുകൂടെ ചിരിക്കാമോ? യെസ്, ഇനി സിംഗിൾ 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 സോളോ സോളോ. അയ്യോ. നിഹാര ഫസ്റ്റ്. ആ സ്റ്റോപ്പ്. നിഹാര. ആ സെബ. ഓക്കെ, കുഴപ്പമില്ല, നല്ല രസമുണ്ട് കേൾക്കാൻ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. Very nice, താങ്ക് very യു ഫോർ nice, യുവർ very സപ്പോർട്ട്. അഖൈതി കുട്ടി, എന്തോ? നല്ല ഐശ്വര്യമുണ്ട് കാണാൻ താങ്ക് ഈ യു. ഡ്രസ്സില്. അപ്പൊ എന്തായാലും പാട്ട് നല്ല സെലക്ഷൻ ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണിത്. താങ്ക് യു. അഖൈതി കുട്ടിക്ക് എന്തെങ്കിലും സ്ട്രെയിൻ ഉണ്ടോ? ആ വോയിസ് ചെറുതായിട്ടുണ്ട്. ആണോ? ശബ്ദം അടഞ്ഞിട്ടുണ്ടോ? ആ വയ്യായിക ഉണ്ടെന്ന് പാട്ട് കേട്ടപ്പോൾ മനസ്സിലായി. കാരണം പല സ്ഥലങ്ങളിൽ ശ്രുതി കുറച്ച് ചേരാനുണ്ട്. ആ ആ പിന്നെ നോട്ട്സ് അങ്ങോട്ട് എത്താൻ ഒരു ബുദ്ധിമുട്ട്, ഒരു വൈക്ലഭ്യം തോന്നി പല സ്ഥലങ്ങളിലും. പക്ഷെ ചില സ്ഥലങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. തുടക്കമൊക്കെ കുറച്ച് വീക്കായിരുന്നു. താഴമ്പൂ മുടി മുടിച്ച് എന്നുള്ള തുടങ്ങിയില്ലേ, അതൊക്കെ ഒന്ന് കുറച്ച് ശ്രുതിയിലേക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്യാൻ ചെയ്യേണ്ട കാര്യമുണ്ട്. ചില സ്ഥലങ്ങളൊക്കെ കേൾക്കാൻ രസമുണ്ടായിരുന്നു. പിന്നെ ബ്രത്തിന്റെ പ്രോബ്ലം എനിക്ക് തോന്നി. അതായത് ഗ്രാമത്തിന് ഐശ്വര്യ വിളക്കായി എന്ന് പാടി. ഗ്രാമത്തിന് ഐശ്വര്യ വിളക്കായി നീ വലം. വിളക്കായി ഇങ്ങനെ പെട്ടെന്ന് ശ്വാസം എടുക്കരുത്, അത് കംപ്ലീറ്റ് ചെയ്യണം, എന്നാലേ പാട്ടിന് ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. പെട്ടെന്ന് പുറത്തെടുക്കരുത്. പല സ്ഥലങ്ങളിൽ എനിക്കത് ഫീൽ ചെയ്തു. സ്ട്രെയിനിന്റെ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, വോയിസിന്റെ പ്രശ്നത്തിന്റെ ആണ്. ട്രെയിനിന്റെ ആണ് ചേട്ടാ. Yes, ഇടയ്ക്ക് അതെ. ഒരു ചുമയൊക്കെ വരുന്നുണ്ടായിരുന്നു അല്ലേ? തൊണ്ട വലിഞ്ഞു. വലിഞ്ഞോ? വലിയുന്ന ആണോ? ഓക്കെ. വലിഞ്ഞു പോയി. അപ്പൊ എന്തായാലും എത്രയും പെട്ടെന്ന് ഈ അസുഖമൊക്കെ മാറട്ടെ, നന്നായിട്ട് പാടാൻ സാധിക്കട്ടെ, ഇതിലും നന്നായിട്ട് പാടാൻ സാധിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അഖേതി കുട്ടി, ജലദോഷമൊക്കെ മാറണ്ടേ നമുക്ക് പെട്ടെന്ന്? ആ അതെ. എനിക്കും മാറണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എനിക്ക് എന്റെയും നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. നമ്മുടെ ചേട്ടന്റെ എന്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു. അല്ല, എനിക്ക് എന്നിട്ട് ഞാൻ ആവുന്നതും മീനൂട്ടിയോട് ചോദിച്ചു, മമത ചേച്ചിയുടെ അച്ഛന്റെ ബൈജു സാറിന്റെ നമ്പർ തരാൻ വേണ്ടി. എനിക്ക് തന്നില്ല, ജലദോഷം മാറാൻ വേണ്ടി. കോളർ ബിസി ആയിരിക്കും. തരില്ല, അതെ, ഞാൻ അസൂയ, വിളിച്ചോണ്ടിരിക്കല്ലേ. ആ, എന്നിട്ട് എന്റെ അടുത്ത് പറയാം, വരട്ടെ അസുഖം വരട്ടെ, അങ്ങനെ പറഞ്ഞു. ഇല്ല, ഞാൻ തരാം ചേച്ചി, ഇത് ഞാൻ തരാം. ഇപ്പൊ സിവിയർ കണ്ടീഷൻ ആയിട്ടുണ്ട് നമുക്ക്. അസൂജ. അതെ. അപ്പൊ അഖേതി കുട്ടിക്കും ആ നമ്പർ ഞാൻ മേടിച്ചു തരാം കേട്ടോ. അപ്പൊ അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ പിച്ച് കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് പാടാൻ പറ്റും. എസ്പെഷ്യലി ആ ശ്രുതി പോലെ എന്ന് പറഞ്ഞ സ്ഥലത്ത് ശ്രുതി പോയി. പിന്നെ നിൻ ചുണ്ടിൽ എന്ന് പറഞ്ഞ എല്ലാം ഏകദേശം ഒരേ സ്ഥലത്ത് ആ ഹൈ നോട്ട് വരുന്ന സ്ഥലത്താണ്. അപ്പൊ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ എം ജെ സർ? മക്കളെ, ആ എന്തോ? എനിക്ക് വേണ്ടതെന്നാ അറിയോ? ആ കുറച്ചും കൂടെ എനർജിയിൽ പാടാൻ പറ്റുമോ? ഇപ്പൊ നമ്മൾ ഈ പാട്ടില്ലേ, ഒന്ന് വെറുതെ ഇങ്ങനെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെയാണ് അതിന്റെ ട്യൂൺ എന്നുള്ളത്. അല്ലേ? ഇത് പാടുമ്പോ കണ്ടില്ലേ, റിതമിക്കാണ്. ശരിക്ക് ഇതിന് നായികയ്ക്ക് കുറച്ച് സങ്കടമുണ്ട്. പക്ഷെ ബാക്കിയെല്ലാവരും ഈ കല്യാണം സെലിബ്രിറ്റിയാണ്. വളരെ ഹസ്കി ആയിട്ട് ആദ്യം പാടുന്നു അല്ലേ? അത് നന്നായിരുന്നു കേട്ടോ. അതിനിടയിൽ ഒരു ഹായ് ഒക്കെ ഉണ്ടായിരുന്നു, നല്ല ഹായ് ആയിരുന്നു കേട്ടോ. താങ്ക് അത് യു. നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മണമകൾ തൊട്ട് അങ്ങോട്ട് അടിച്ച് കലക്കണം. അപ്പൊ കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ട് പാടണം. എങ്ങനെ പാടണം? എനർജി. എനർജി. നോക്കട്ടെ. താഴമ്പൂ മുടി മുടിച്ച് 18 മുളം കിളങ്ങുറിഞ്ഞൊടുത്ത് വെള്ളിച്ചിട്ടണിഞ്ഞ് മൂക്കുത്തി അണിഞ്ഞ് വെള്ളിച്ചിട്ടണിഞ്ഞ് മൂക്കുത്തി അണിഞ്ഞ് മകളൊരുങ്ങ് മകളൊരുങ്ങ് തൊട്ട് നമുക്ക് അങ്ങ് കേറണം. അവിടെയാണ് കുറച്ചുകൂടെ എനർജി. ഓക്കെ, അത് ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മൾ പ്രാക്ടീസിനെ പറ്റി ഞാൻ പറയട്ടെ. പ്രാക്ടീസ് കുറച്ച് ഓവറായിട്ട് ചെയ്യുന്നുണ്ടോ? അതൊരു പോയിന്റ് ആണ്. നമ്മളിപ്പോ പെൻസിലില്ലേ, പെൻസിൽ നമ്മൾ ഷാർപ്പൻ ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് ഷാർപ്പൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വടിവിൽ നമുക്ക് ഒത്തിരി ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റും അല്ലേ? പക്ഷെ നമ്മളൊന്ന് കൂടുതൽ കടുപ്പിച്ചെന്ത് പറ്റും, ആ മുന ഒടിഞ്ഞു പോകില്ലേ? അതുപോലെയാണ് പ്രാക്ടീസ്. നമ്മൾ വേണ്ടിടത്തോളം മാത്രമേ പ്രാക്ടീസ് ചെയ്യാവൂ. അപ്പൊ മോളുടെ ശബ്ദം കുറച്ച് ബുദ്ധിമുട്ട് വരാൻ ഇൻഫെക്ഷനേക്കാളൊക്കെ കൂടുതലായിട്ടെന്ന് പറഞ്ഞാൽ സ്ട്രെയിൻ, ഒരു പ്രാക്ടീസ് കൂടിപ്പോയതിന്റെ പ്രശ്നമുണ്ട്. ശരിയല്ലേ? അത് കണ്ടുപിടിച്ചു. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇതിന്റെ ആദ്യത്തെ വരി സ്വരം ആക്കിയിട്ട് പാടാൻ പറ്റുമോ? അറിയോ അങ്ങനെ ചെയ്യാൻ? റിമ പമ പമ രി സ നി സ രി സ രി റിമ പമ രി സ രി സ റിമ പമ പമ രി സ റിമ പമ പമ രി സ റിമ പ റിമ പ ആ
രമ പമ പമ റിസ റിമ പമ പമ റിസ നി സരി സരി റിസ റിസ രി നി സരി സരി. നി സരി സരി. യെസ്. അപ്പൊ അടുത്ത വരി എന്തായിരിക്കും? റിമ പമ പമ റിസ നി സരി സരി. യെസ്, കറക്റ്റ്. നീ സരി സരി. കുറുമൊഴി കുറുകി കുറുകി നീ ഉണരുവരി നെൽക്കതിരിൻ തിരിയിൽ അരിയ പാൽമണികൾ കുറുകി നിൻമണിതൻ കുലകൾ വെയിലുലയേ കുളിരു പെയ്തിനിയ കുഴലുമൂതീനി കുറുമൊഴി ഇതിലേവാ ആരോ പാടി പെയ്യുന്നു തേൻമഴകൾ ചിറകിലുയരുമഴകേ മണ്ണു പൊന്നാക്കും മന്ത്രം നീ ചൊല്ലി തന്നു പൊന്നിൻ കനികൾ. മീനുട്ടി ഏതാ പാട്ട്? ഇതിന്റെ പരമ്പര പാടും. പല്ലവി പാടാനോ? പല്ലവി പാടും. കാറ്റാക്കി വെച്ചിട്ടല്ല ഞാൻ ഇപ്പൊ പാടി ഏത് പാട്ടാ? 7 വർഷമായിട്ട് ഇവിടെ നിൽക്കുകയാണ്. Yes, പാടിക്കോ. പഠിച്ചു പഠിച്ചു. കാതോടു കാതോ എന്റെ മോളല്ലേ? ചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷു പക്ഷി പോലെ. യെസ്. ബ്യൂട്ടിഫുൾ. അഖേതി കുട്ടി, എന്തോ യു ആർ awarded 95.5 out of 100. അപ്പൊ അകീതിക്കുട്ടി നമ്മളിപ്പോ 3-4 പാട്ട് പാടി അല്ലേ? അപ്പൊ ഇനി നമുക്ക് മാർക്കൊക്കെ ഇങ്ങനെ കൂടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൂടി വരണം. ഒറ്റടി കയറിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. വേഗം മാറട്ടെ കേട്ടോ, റെസ്റ്റ് എടുത്തോ. ബൈ. ഇനി നമ്മുടെ ടോപ്പ് സിംഗറിലെ ഒരു കുഞ്ഞുമണി എത്താൻ പോവാണ്. കുഞ്ഞുമണി ഒരു കുഞ്ഞുമണി. ലിറ്റിൽ ഏഞ്ചൽ സ്റ്റാർട്ട് ചെയ്തോ? ഇല്ല, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതുപോലൊരു കുഞ്ഞുമണി. കുറച്ച് വലിയ കുഞ്ഞുമണി. അതിന്ന് ഒരു ഇച്ചിരിയൊക്കെ വ്യത്യാസം കാണും. ഓ, അത്രേ അത്രേ ഉള്ളൂ. ഉള്ളൂ. ഓക്കേ. നമ്മുടെ എസ്തർ കുട്ടിയാണ് എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം എസ്തർ സജീവ് ഓൺ സ്റ്റേജ്. ദേ വരുന്നു അടുത്ത മാലാക കുട്ടി. ആ വരവൊക്കെ കണ്ടോ? തുള്ളി തുള്ളി. ഹലോ ഹലോ. സുഖാണ്. സുഖാണ്. എനിക്കൊരു ഹായ് താടാ. ഹായ്. ചക്കരക്കുട്ടീസ് ഹായ്. നല്ല ചുന്തിരി കുട്ടിയായിട്ടുണ്ടല്ലോ. അതെ, Thank you. നല്ല ഉഗ്രം കളറല്ലേ ഉടുപ്പിന്റെ? അതെ. നല്ല കമ്മലൊക്കെ ഇട്ടുണ്ടല്ലോ. ഇതായിരുന്നു ഈ കമ്മല് തന്നാരാ? തന്നല്ല, തന്നല്ലേ? മേടിച്ചതാ. ആ കമ്മൽ ഇങ്ങനെ കിടന്ന് തിളങ്ങുന്നുണ്ട് നന്നായിട്ട്. അതിങ്ങനെ കിടന്ന് ആടുന്നുണ്ട് അല്ലേ? എനിക്ക് തരുമോ പോകുമ്പം? ഇല്ല. അയ്യോ അയ്യോ. സോറി, Please. ആഭരണങ്ങളൊന്നും ചോദിക്കരുത്. തരില്ല. അങ്കിള് തരുമല്ലേ? ഇല്ല. അയ്യോ മധു മധുചേട്ടനോട് കൊടുക്കോ? അങ്കിള് പെണ്ണല്ലല്ലോ. പെണ്ണല്ലോ, പെണ്ണാണെങ്കിൽ അവരെ തരാൻ ഇത് പറ്റും. ഞാനിട്ടിട്ടുണ്ടല്ലോ. മധുചേട്ടൻ കമ്മലിട്ടുണ്ട്. കണ്ട കണ്ട കണ്ട. ആ കുണുക്ക് സാധനം ഇല്ലെന്നേ ഉള്ളൂ. കണ്ടോ? അതെ. മീനുട്ടി ചേച്ചി കൊടുക്കോ? ഇല്ല. ആർക്കും കൊടുക്കില്ല ആർക്കും കൊടുക്കൂല. ഉറപ്പാണോ? അയ്യോ 100%. ഉണ്ടോ? ഉറപ്പ് 100%. കുട്ടിയുടെ സ്വന്തം കമ്മലാണ്. അത് അത് ആർക്കും പുതിയതാണോ? കൊടുക്കില്ല. പുതിയതാണോ? ആ. ആ, അതാണ്. അതാണ്. പഴയത് വല്ലൊരു കൊണ്ട് വേണം തരാം. പഴയത് തരണേ. ഇല്ല. അതും തരില്ല. അതുമില്ലേ? ആഭരണം തൊട്ടുള്ള കളിയില്ല. ആർക്കും തരുന്ന പ്രശ്നമില്ല. ഇന്ന് ഏത് പാട്ടാണ് പാടുന്നത് മക്കള്? എന്തമ്മേ ചുണ്ടത്ത്. അതിന്റെ ഡീറ്റെയിൽസ് പറയാമോ? സിനിമ കുലം. പാടിയത് ചിത്രാമ്മ. ഉം. മ്യൂസിക് MG എം ജി രാധാകൃഷ്ണൻ സാർ. Yes. ലിറിക്സ് ആ. മധുസൂദൻ സാർ. വി മധുസൂദനൻ നായർ സാർ. പിന്നെ പാടിയതു പാടിയിട്ട് പറഞ്ഞല്ല. പറഞ്ഞു അല്ലേ? വർഷം വർഷം 1996. സൂപ്പറായിട്ട് പാടൂ. പാടും. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്തെന്ന്? ഇവിടെ നിന്ന് പോയിട്ട് നാട്ടിൽ പോയിട്ട് വീട്ടിൽ പോയിട്ട് വീട്ടുകാരൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല. നന്നായി അവർക്ക് പാടിയെന്ന് അവർ പറഞ്ഞില്ലേ? നന്നായിട്ട് പാടിയെന്നോ ഞങ്ങൾ ടിവിയിൽ കണ്ടു എന്നൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞില്ല. ആരാ പറഞ്ഞത്? എന്താണ് പറഞ്ഞതല്ലേ ഞങ്ങൾ ചോദിച്ചത്? പപ്പയുടെ വീട്ടിൽ പോയപ്പോ എല്ലാരും നന്നായിട്ട് പാടണമെന്നൊക്കെ പറഞ്ഞു. അത് ശരി. സമ്മാനം വല്ലതും കിട്ടിയാ? കിട്ടി. എന്ത് എന്ത് കിട്ടി? ഉടുപ്പ് ഒരു എന്റെ പപ്പയുടെ അമ്മ മേടിച്ചെന്ന്. പപ്പയുടെ അമ്മ? അത് ശരി. ആഹാ. എന്നിട്ട് ആ ഉടുപ്പ് എവിടെ? അതാണല്ലേ. അത് ശരി. പപ്പയുടെ അമ്മയുടെ സെലക്ഷൻ അടിപൊളിയാണല്ലോ. പൈസ വല്ലതും കിട്ടിയാ? ഇല്ലേ? ആണോ? കിട്ടി. ഓ അത് ശരി. കിട്ടിയോ? കിട്ടിയോ? അത് പെട്ടെന്ന് കിട്ടിയേ? കിട്ടിയില്ല. കിട്ടിയില്ലേ? കിട്ടിയില്ല. ആ, അത് ശരി. ഞങ്ങളെ പറ്റിച്ചല്ലേ? ഓക്കെ, എന്നാ പാട്ട് തുടങ്ങിയാലോ? തുടങ്ങാം. റെഡി അല്ലേ? റെഡി. ഈ പാട്ട് ആർക്കാ ഡെഡിക്കേറ്റ് ചെയ്യണേ?
പപ്പയുടെ അമ്മയ്ക്കാണ് മധുചേട്ടൻ എനിക്കാ ആ കൊറേ ദിവസം കഴിഞ്ഞിട്ട് കാണുമല്ലേ ഞാൻ പോട്ടെ വെറുതെ ഇരുന്ന് മധുമക്കളുടെ എനിക്കാ ഓക്കെ സെറ്റ് അപ്പൊ ഞാൻ പോകട്ടെ ഞാൻ വേണമെങ്കിൽ എല്ലാവർക്കും മധുചേട്ടൻ്റെ അടുത്താ ഇഷ്ടം. അത് കൊറേ ദിവസം കഴിഞ്ഞിട്ട് കാണുമല്ലേ അതുകൊണ്ടാ അല്ലെങ്കിലും എല്ലാ കുട്ടികൾക്കും എന്നെ ഇഷ്ടമാണ് എന്തോ ഇഷ്ടമാണ്. മിസ്റ്ററുടി, ഇന്നലെ ഞാൻ വിചാരിച്ചില്ല, ചതിച്ചു. ചിരി. ഓക്കെ ഓക്കെ തുടങ്ങാം. പഠിക്കോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു All the best. താങ്ക് യു.
ആഹാ വെരി ഗുഡ് സൂപ്പർ കാലയ്ക്ക് എസ്തർകുട്ടി. എസ്തർകുട്ടി ഞെട്ടിപ്പോയോ? എസ്തർ കുട്ടി എന്തോ ഇത്ര ടഫായിട്ടുള്ള പാട്ട് എങ്ങനെ ഇത്ര എളുപ്പത്തിൽ പാടുന്നേ? പപ്പയമ്മയെ പഠിപ്പിച്ചത് എത്രയാണ് പഠിക്കണേ? 2ല്. വെറുതെ നുണ പറയാ. എനിക്ക് തോന്നുന്നു 10ലാന്നാ എനിക്ക് തോന്നുന്നത്. പിന്നെ 2ാം ക്ലാസ്സിൽ പഠിക്കണ കൊച്ചെങ്ങനെ ഇങ്ങനെ പറഞ്ഞേ? പിന്നെ എനിക്ക് സംശയമുണ്ട് 10ാം ക്ലാസ്സിലാ. തല്ലേ മധുക്കളെ? എന്താ ഇനി തല്ലും മധുക്കളെ നോക്ക്. ഞങ്ങൾക്ക് മനസ്സിലായി 2ാം ക്ലാസ്സിലാണെന്ന്. ആ ഇങ്ങനെ പാടിയോണ്ട് അങ്ങനെ ചോദിച്ചേ മധുവങ്ങള്. മിടിക്കുക കേട്ടോ, താങ്ക് യു. വെറും മിടിക്കല്ല. മിടുക്കി. യെസ്. സംശയം എം ജെ സാറിന്റെ അടുത്ത് ചോദിച്ചു നോക്ക്, എന്ത് മിടുക്കിയ? മിടുക്കി. താങ്ക് യു. കുറച്ച് ഗ്ലൂം ഒന്നുള്ളൂ. ഗ്ലൂം ഇടയ്ക്കിടയ്ക്ക് ഒരു ഗ്ലൂം. അതെ ഗൾപ്പ്. അതെ അതൊന്നും കുഴപ്പമില്ല. അതെനിക്ക് എപ്പോഴും അതാണല്ലോ. എപ്പോഴും ഉള്ളതാ. എപ്പോഴും ഉള്ളതാണല്ലേ ഇത്. പക്ഷെ എന്നിട്ടും വിട്ടില്ല, നന്നായിട്ട് പാടിയിട്ടാ, ഉഗ്രനായിരുന്നു. താങ്ക് യു. ഈ പ്രായത്തിലൊക്കെ ഇങ്ങനെ പാടുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഇങ്ങനത്തെ പാട്ടൊക്കെ പാടുക എന്ന് പറഞ്ഞാലേ നിസാര കാര്യമില്ല. നിസ്സാര കാര്യമല്ല. അത് തന്നെ. എന്തായാലും പിടിക്ക് കേട്ടോ. താങ്ക് യു. പൊന്നെ എന്തോ എങ്ങനെ ഇങ്ങനെ പാടുന്നു? നല്ല ഫീല്, നല്ല സുഖമുണ്ട് കേക്കാൻ. എനിക്ക് ആദ്യത്തെ പലവില് നാണം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആണം. അതുപോലെ പിന്നെ പണ്ടേ നീയൻ, അതൊന്നുകൂടെ പാടിത്തരും എനിക്ക്. പണ്ടേ നീ എന്നുള്ളിനുള്ളിൽ തൂവി തന്നില്ലേ, പണ്ടേ നീ എന്നുള്ളിനുള്ളിൽ തൂവി തന്നില്ലേ. ഞാനിങ്ങനെ പേടിച്ചിരിക്കായിരുന്നേ ചേട്ടാ, എവിടെയെങ്കിലും എന്തെങ്കിലും പറ്റുമോ, എസ്തർ പാടുമ്പോ എന്തെങ്കിലും കുഴപ്പം പറ്റുമോ. പക്ഷെ ഗ്ലും ഒഴിച്ച് ബാക്കി എല്ലാം കറക്റ്റ് ആയിരുന്നു. അതെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി എസ്തർ കുട്ടി. ഞാൻ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുക, ഇങ്ങനത്തെ കുട്ടികൾ, ഇത്ര കഴിവുള്ള കുട്ടികൾ, ഇത്ര ഭംഗിയായിട്ട് പാടുന്ന കുട്ടികൾ വേറെ എവിടെ കാണാൻ കിട്ടും? നമ്മുടെ ടോപ്പ് സിംഗറിൽ മാത്രമേ ഉള്ളൂ അത്. അപ്പൊ എസ്തർ കുട്ടി എം ജെ സാറിനോട് ചോദിച്ചു നോക്ക് എങ്ങനെയുണ്ടെന്ന്. ഇനി സാറും കൂടെ അല്ലേ പറയാനുള്ളൂ? എനിക്ക് ഓഡിയൻസിൻ്റെ അടുത്താണ് പറയേണ്ടത്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഇതിൻ്റെ ലിറിക്ക്, അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല, ഇതിൻ്റെ സ്വരങ്ങൾ എന്താണെന്ന് അറിയില്ല, ഇതിൻ്റെ രാഗം എന്തെന്നറിയില്ല. ഇതൊക്കെ ആണെങ്കിലും എത്രയോ വലിയ വലിയ പാട്ടുകാർ ഇത് പാടുമ്പോഴത്തേക്കും വളരെ ബുദ്ധിമുട്ടായിട്ട് കാണുന്നതാണ് മീനുട്ടി. അതെ. പക്ഷെ ഈ കുഞ്ഞ് അത് അറ്റംപ്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഇതാണ് ശരിക്കും ഈശ്വരീയം, അതാണ് സംഗീതം. അതെനിക്ക് ഭയങ്കര അത്ഭുതമാണ്. എപ്പോഴും എസ്തർ കുട്ടി ഓരോ പാട്ടുകൾ പാടുമ്പോഴും എനിക്ക് അത്ഭുതമാണ്, എൻ്റെ കണ്ണ് നിറയുന്ന കാര്യമാണ്. കുഞ്ഞുങ്ങളിൽ നമ്മൾ ദൈവത്തിനെ കാണാൻ പറ്റും എന്ന് പറയുന്നതിൻ്റെ എലിമെൻറ്റ് അതാണ്. ഇറ്റ്സ് വെരി ടഫ് സോങ്. അപ്പോൾ അത് ഒരു വലിയ നമസ്കാരമാണ് നമ്മുടെ എസ്തർ കുട്ടിക്ക്. ഇത്രയും കൊച്ചു കുഞ്ഞാണെങ്കിലും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്, അങ്ങനെ നമസ്കാരം പറയണമെന്നാണ് തോന്നുന്നത്. അതാ ടാലന്റിനോട്. അതാണ്. അപ്പൊ എസ്തർ കുട്ടി എന്തോ അപ്പൊ മാർക്ക് വേണ്ടേ നമുക്ക്? ഞങ്ങൾക്ക് പാട്ട് അത്ര വളരെ ഇഷ്ടമായതുകൊണ്ടാണ്, അത് ചെറിയ കുട്ടി ഇത്ര മനോഹരമായിട്ട് പാടിയതുകൊണ്ടാണ് ഞങ്ങൾ 3 പേര് എഴുന്നേറ്റ് നിന്നത്, കൈയടിച്ചത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് തരുന്ന മാർക്ക് 97.5 ഔട്ട് ഓഫ് 100. എസ്തർ കുട്ടി, അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ബൈ. Bye-bye. സീ യു. ഗുഡ് നൈറ്റ് ട്ടാ. എം ജെ ഞങ്ങളെ ഇനി നമ്മൾ നോക്കിയിരിക്കുന്ന നമ്മുടെ റയാൻ കുട്ടൻ വരാൻ പോവാണ്. വിളിക്കാം. Yes. ലെറ്റ്സ് വെൽക്കം റയാൻ ഓൺ സ്റ്റേജ്. ആഹാ. മക്കളെ എന്ത് പറയുന്നു? സുന്ദരനുണ്ട്. അതെ, സുന്ദരക്കുട്ടനായിട്ടുണ്ട്. സുന്ദരക്കുട്ടപ്പൻ. പറഞ്ഞത് സ്റ്റെപ്പ് ഉണ്ടേ. ഇതെന്താ ഈ മുണ്ട കൊടുത്ത് വരാൻ കാരണം? ഇന്ന് കായാമ്പൂ എന്ന് പറയുന്ന പാട്ടാ അതുകൊണ്ടാണ് മുണ്ടെടുത്തത്. പക്ഷെ ഇന്ന് പാടേണ്ട പാട്ട് ഏതെന്ന് അറിയാ? സുന്ദരൻ സുന്ദര അല്ലേ, അതല്ലേ വേണ്ടേ? മധുസാറിനെ കൊറേ നാളായി കണ്ടിട്ട്. അതെ, എന്തൊക്കെയുണ്ട് ഇവിടുത്തെ വിശേഷങ്ങൾ? എന്തൊക്കെ നടന്നു ഇവിടെ? കളിപ്പാട്ടമായി കൺമണി എന്ന് പറയുന്ന പാട്ട് പാടി, പിന്നെ സോനാരെ പാടി. ചേട്ടാ ശരിക്കും മിസ് ചെയ്തു കേട്ടോ. അയ്യോ, ഞാൻ അപ്പൊ നല്ല നല്ല മുഹൂർത്തങ്ങൾ ഞാൻ മിസ് ചെയ്തു. അയ്യോ അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ഇനി നല്ല നല്ല മുഹൂർത്തങ്ങൾ എനിക്ക് സമ്മാനിച്ചാ മതി, നമുക്ക് എല്ലാവർക്കും. ഓക്കെ ഓക്കെ. ഏത് പാട്ടാന്ന് പാടുന്നേ? കായാമ്പൂ കണ്ണിൽ അത് പറഞ്ഞല്ലോ അല്ലേ, അത് സൂപ്പറാണ്. അത് പാട്ട് കേൾക്കണം, റയാന്റെ പാട്ട് കേൾക്കണം.
അതിനു മുമ്പേ ഇവിടെ ഒരാളുടെ പാട്ടുണ്ട്. ആരാ? അത് ആരുടെ പാട്ടാണെന്ന് പറയണം, ആരുടെ ശബ്ദമാണെന്ന് പറയണം. പ്രിയങ്കോട്ട റെഡിയാണോ? റെഡി. ഓക്കെ. എന്റെ ചിന്തകൾക്കു ചിറകുകൾ നൽകി ദൂരങ്ങളിൽ പറക്കാൻ, എന്റെ സ്വപ്നങ്ങൾക്കു വെളിച്ചം നൽകി മുന്നോട്ടെന്നെ നയിക്കാൻ. നിന്റെ കണ്ണിലൂടെ ഞാൻ കണ്ടു, എന്റെ ലോകം കണ്ടറിഞ്ഞു. നിന്റെ കണ്ണിലൂടെ ഞാൻ കണ്ടു, എന്റെ ലോകം കണ്ടറിഞ്ഞു. എന്റെ ലോകത്തിനു നിറമില്ലെങ്കിലും നിന്റെ കൺപിടിച്ചു ഞാൻ നടന്നു. നിറമുള്ള ലോകം ഞാൻ അറിഞ്ഞു. എന്റെ ലോകത്തിനു നിറമില്ലെങ്കിലും നിന്റെ കൈ പിടിച്ചു ഞാൻ നടന്നു. നിറമുള്ള ലോകം ഞാൻ അറിഞ്ഞു. മിഴികളിൽ മാത്രമാണന്ധകാരം, മനമതിൽ നേരിന്റെ പൊൻവെളിച്ചം. മിഴികളിൽ മാത്രമാണന്ധകാരം, മനമതിൽ നേരിന്റെ പൊൻവെളിച്ചം. ഉൾവെളിച്ചത്തിൽ നടക്കും ഞങ്ങളെ നിങ്ങളാരും തളർത്തിടല്ലേ. ഈ ലോകം ഞങ്ങളും കണ്ടിടട്ടെ. ഉൾവെളിച്ചത്തിൽ നടക്കും ഞങ്ങളെ നിങ്ങളാരും തളർത്തിടല്ലേ. ഈ ലോകം ഞങ്ങളും കണ്ടിടട്ടെ. സൂപ്പർ സൂപ്പർ. ഇതാരാ പ്രിയങ്കോട്ട? എന്റെ സ്കൂളിലെ ബിനുചേട്ടൻ. ബിനുചേട്ടനാണോ? ബിനുചേട്ടാ ഞാനൊന്ന് കണ്ടോട്ടെ. സൂപ്പറായിട്ട് പാടി. സൂപ്പർ സൂപ്പർ. നല്ല വോയിസും നല്ല പാട്ടും അല്ലേ? നല്ല പാട്ടും നല്ല വോയിസും. എന്താ ഇവിടെ വരാതിരുന്നേ ടോപ്പ് സിംഗറിലേക്ക്? അവസരം അത്രയ്ക്ക് അങ്ങോട്ട് ലഭിച്ചില്ല. ആണോ? ആണോ? അതൊക്കെ കിട്ടും കേട്ടോ. ഇഷ്ടം പോലെ അവസരങ്ങൾ ഉണ്ടാവട്ടെ ജീവിതത്തിൽ. താങ്ക് യു. എത്രയിലായി ഇപ്പോ? 7 7 ഓ ശരി. ബിനുകുട്ടൻ അസലായിട്ട് പാടി കേട്ടോ. താങ്ക് യു. അതിങ്ങനെ ഉള്ളിലേക്കാണ് കയറുന്നത്. ശരിക്കും അതെ 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 അതെ. അത് ഹൃദയത്തിന്റെ പാട്ടാണ്. ബ്യൂട്ടിഫുൾ, വെരി ബ്യൂട്ടിഫുൾ. പ്രിയങ്കോട്ടൻ കണ്ടുപിടിച്ചേ. ഇനിയുണ്ട് സർപ്രൈസ്. ഓ, ഇനി കുറച്ച് ആൾക്കാര് കൂടി ഇവിടെ ഉണ്ട്. റിയാൻകുട്ടന്റെ പേര് വിളിക്കും അവര്. ഓക്കെ. അപ്പൊ ആരൊക്കെയാന്ന് പറയണം കേട്ടോ. പറയാം. കണ്ടുപിടിക്കാൻ റെഡി നോക്കാം. സ്റ്റാർട്ട്. റിയാനെ. ആരാ? നഹമ്മൽ ചേട്ടൻ. ഇനി അടുത്തത് ആൽഫ്രഡ്. എല്ലാ കൂട്ടുകാരാണല്ലേ? എന്റെ ക്ലാസ്മേറ്റ് അവൻ. ആണല്ലേ? അടുത്തതാരാ? റിയാനെ. കെൽവിൻ ചേട്ടൻ. പിടിച്ചേ. റിയാനെ. ഭദ്ര ചേച്ചി. റിയാനെ. മുഹമ്മദ് ചേട്ടൻ. ജെയ്സൺ സാറ്. എത്ര പേരാ വന്നേക്കണല്ലേ? ഇനി ആരാ? ഇനി ആരാ? റിയാനെ. മിശ്രിയ. റിയാനെ. അൻഹ ചേച്ചി. റിയു. സവീന ടീച്ചർ. റിയാൻകുട്ട. എബിസോറ്. റിയാനെ. പ്രവീണ ടീച്ചർ. സൂപ്പർ സൂപ്പർ. 100 അതെ മിടുക്കൻ. എന്തൊരു സന്തോഷമാണ് റിയാൻകുട്ടന്റെ മുഖത്ത്. അത് ഓരോരുത്തരുടെ പേര് ഇങ്ങനെ പറയുമ്പോഴും ആ കൈ കൊണ്ട് ഇങ്ങനെ അടിക്കുക സന്തോഷം കൊണ്ട് ഇങ്ങനെ. എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇവിടെ വന്നല്ലോ ഈ പാട്ട് കേൾക്കാൻ. റിയാൻകുട്ടൻ പാടുന്ന പാട്ടും അത്രയും മനോഹരമാണ്. കായാമ്പൂ കായാമ്പൂ കണ്ണിൽ വിടരും കമലതളം അല്ലേ? റിയാൻകുട്ടൻ എപ്പോഴും അവിടെ പാടാറുണ്ടോ? പ്രോഗ്രാം ഒക്കെ ചെയ്തു. പ്രോഗ്രാം അല്ലാതെ ക്ലാസ്സിൽ പാടാറില്ലേ? വെറുതെ പാടാറുണ്ട്. ഇല്ലേ? ഇവരൊക്കെ ചോദിക്കാറില്ലേ ഒരു പാട്ട് പാടാമോന്ന്? എന്റെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ട്, ആരവ് എന്ന് പറഞ്ഞിട്ട്. ആരവ്. അവൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, റിയാനെ കണ്ണാടി പൂവേ എല്ലാവർക്കും ഇഷ്ടമാണ് റിയാൻകുട്ടന്റെ പാട്ട്. റിയാന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ബിനു ചേട്ടൻ. ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പൊ പാടിയ ആള്. പിന്നെ മുഹമ്മദ് ചേട്ടനില്ലേ, റിയാനെ അങ്ങനെ വിളിച്ചത്. അതെ, ബെസ്റ്റ് ഫ്രണ്ട്സിൽ ഒരാളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് മുഹമ്മദിനോട് ചോദിക്കാം റിയാനെ കുറിച്ച് എന്താ പറയാനുള്ളത്. റിയാനെ കുറിച്ച് പറയാൻ
കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഒരു നല്ല കുട്ടിയാണ്. നല്ല കുട്ടിയാണ്. ഞാൻ കണ്ടതിൽ വെച്ച് ഞങ്ങളുടെ സ്കൂളില് ഏറ്റവും ഒരു സ്നേഹമുള്ള ഒരു കുട്ടിയായി റിയാൻ. താങ്ക് യു. മുഹമ്മദ് സ്കൂൾ ലീഡർ അല്ലേ? എനിക്കറിയാം. ഭയങ്കര പിടിക്കാനാണേ. പിന്നെ റിയാൻ കുട്ടനെ പറ്റി വേറെ എന്താ പറയാനുള്ളത്? പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ നല്ല അടിപൊളി പാട്ടുകാരൻ. എപ്പോഴും പാടിക്കൊണ്ടിരിക്കുവോ ക്ലാസ്സിലൊക്കെ? ക്ലാസ് ഞാൻ അവന്റെ ക്ലാസ്സിലല്ല. അതാണല്ലോ ചേട്ടൻ. സ്കൂളില് എപ്പോഴും പാടാറുണ്ടോ? സ്കൂളിൽ പാടാറുണ്ട്. അവൻ പാടുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? കഴിഞ്ഞ ആനിവേഴ്സറിക്ക് അങ്കുവാനക്കോണിൽ എന്ന് പറഞ്ഞ ആ പാട്ട് അവൻ പാടിയിരുന്നു. ഓർമ്മ വെച്ചത് കണ്ടോ പറഞ്ഞത്? ഈ കൂട്ടത്തിലൊരു മിമിക്രീന്റെ മണം. അതാരാ ചെയ്യണേ? ആരാ? നഹമ്മൽ ചേട്ടൻ ഉണ്ട്, മുഹമ്മദ് ചേട്ടൻ ഉണ്ട്. ടീച്ചറുടെ അടുത്തിരിക്കുന്ന ആരോ ആണ്. ആരാണ്? അതെ, പേരെന്താ? നെഹമൽ. ഞാനാണ് മിമിക്രിയുടെ മാസ്റ്റർ. ആണോ? മിമിക്രിയുടെ മാസ്റ്റർ. എന്നാ കേക്കട്ടെ മാസ്റ്ററെ. ആദ്യമായി ഒരു കുഞ്ഞു കരയുന്ന ശബ്ദം. ഓക്കെ. ഇനിയോ അടുത്തതോ? അടുത്തത് ഒരു പട്ടി വറക്കുന്ന ശബ്ദം. കൊള്ളാലോ. സുഭാഷ്. അടുത്തതായി പട്ടിയുടെ മേത്ത് ഒരു വികൃതിയായ കുട്ടി കല്ലെറിയുന്നത്. ഓക്കെ. ഓക്കെ. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. ഇത്രയൊക്കെ ഉള്ളൂ. മാസ്റ്റർ. വെരി ഗുഡ്, വെരി ഗുഡ്. സൂപ്പറായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും റിയാന്റെ പാട്ട് കേൾക്കാം. എല്ലാവരും റെഡി അല്ലേ? റിയാൻ എല്ലാവരും റെഡിയാണേ. ഡീറ്റെയിൽസ് പറഞ്ഞേ. സിനിമ നദി, വർഷം 1969, മ്യൂസിക് ദേവരാജൻ മാസ്റ്റർ, ലിറിക്സ് വയലാർ രാമവർമ്മ സാർ, പാടിയത് KJ യേശുദാസ് സാർ. വെരി ഗുഡ്. എന്നാ നമുക്ക് തുടങ്ങിയാലോ? റിയാൻ കുട്ടാ. യെസ്. ഓൾ ദി ബെസ്റ്റ്. All the best. All the best. താങ്ക് യു. ചാർത്തും പുഴയുടെ ഏകാന്ത പൊളിടത്തിൽ പൊന്നരഞ്ഞാണം ഭൂമിക്ക് ചാർത്തും പുഴയുടെ ഏകാന്ത പൊളിടത്തിൽ നിമൃദു സ്മേരത്തിൻ ഇന്ദ്രജാലം കണ്ടു നിമൃദു സ്മേരത്തിൻ ഇന്ദ്രജാലം കണ്ടു നിത്യവിസ്മയവുമായി ഞാനിറങ്ങി നിത്യവിസ്മയവുമായി ഞാനിറങ്ങി സഖി ഞാനിറങ്ങി കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതി നിൻ ചുടികളിൽ നിന്നാലിപ്പഴം പൊഴിയും
കുറിച്ചു ഞാൻ പാടിയ പാട്ടിന് നിരവധിയോളങ്ങൾ ശ്രുതിയിട്ടു. നിന്നെ കുറിച്ചു ഞാൻ പാടിയ പാട്ടിന് നിരവധിയോളങ്ങൾ ശ്രുതിയിട്ടു. നിൻ മനോരാജ്യത്തെ നീലക്കടമ്പിൽ നീ, നിൻ മനോരാജ്യത്തെ നീലക്കടമ്പിൽ നീ എൻ്റെ ഈ കളിത്തോണി കെട്ടിയിട്ടു. എൻ്റെ ഈ കളിത്തോണി കെട്ടിയിട്ടു, സഖി കെട്ടിയിട്ടു. കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതി നിൻ ചുടികളിൽ നിന്നാലിപ്പഴം പൊഴിയും. വെരി ഗുഡ് വെരി ഗുഡ് റയാൻ, വെരി നൈസ് വെരി നൈസ്. താങ്ക് യു സാർ. റിയാൻകുട്ടാ, എന്തോ നമ്മളെ ഈ പാട്ടിൽ കെട്ടിയിട്ട് കേട്ടോ. സഖി കിട്ടിയിട്ടു. അതെ. മാത്രമല്ല റിയാൻകുട്ടന്റെ ശബ്ദം ഇങ്ങനെ വന്ന് എന്നെ ഹഗ് ചെയ്തോണ്ടേയിരിക്കുക. പിന്നെ ഓരോ സ്ഥലത്തും കൊടുത്തിരിക്കുന്ന ആ ഒരു ഇമോഷൻ അതെ അതെ. അല്ലേ, ഒരു Beautiful. പാട്ട് ഒരു Thank you, അനുഭവം എന്ന് sir. പറയുന്നത്. അതെ. ശരി, റിയാൻകുട്ടന്റെ പാട്ട് നമ്മൾ കേൾക്കല്ല, ഒരു അനുഭവമാണ്, ഒരു എക്സ്പീരിയൻസ്. ആ എക്സ്പീരിയൻസ് ഇങ്ങനെ ഇങ്ങനെ വന്ന് ഹഗ് ചെയ്തോണ്ടിരിക്കും. ഇതാ ഞാൻ വരുന്നേ 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ ഹഗ് ചെയ്ത്, അത് സൂപ്പറായിരുന്നു. താങ്ക് യു സാർ. ആ, നിത്യവിസ്മയവുമായി ഞാൻ ഇറങ്ങി എന്ന് പറഞ്ഞപ്പോ ശരിക്കും അവിടെ വിസ്മയമായി പോയി. അതെ. അവിടെ വിസ്മയം ആരാണ്? റിയാൻകുട്ടനാണ് വിസ്മയം. ആ, അതൊന്ന് പഠിക്കേ. നിൻ മൃദു സ്മേരത്തിൻ ഇന്ദ്രജാലം കണ്ടു ആ, നിത്യവിസ്മയവുമായി ഞാൻ ഇറങ്ങി. ആഹാ. നിത്യവിസ്മയവുമായി ഞാൻ സബാഷ്, ഇറങ്ങി. സബാഷ്. സഖി അതിനൊരു ഉമ്മ, ഒരു ഉമ്മ. ഫസ്റ്റ് ഉമ്മ അതിനാണ്. ഉമ്മ. ആ, ഫസ്റ്റ് ഉമ്മ അതിനാണ്. ഇനി രണ്ടാമത്തെ ഉമ്മ. നിൻ മനോരാജ്യത്തെ, നിൻ മനോരാജ്യത്തെ നീലക്കടമ്പിൽ നീ, നിൻ മനോരാജ്യത്തെ നീലക്കടമ്പിൽ നീ എൻ്റെ ഈ കളിത്തോണി കെട്ടിയിട്ടു. ആ, എൻ്റെ ഈ കളിത്തോണി കെട്ടിയിട്ടു. അത് രണ്ടാമത്തെ ഉമ്മ. അത് നേരത്തെ പഠിപ്പധികം സൂപ്പർ ആയിരുന്നേ. അതെ അതെ. ഇതിനേക്കാളും സൂപ്പറായി, ഇതിനേക്കാളും താങ്ക് യു സൂപ്പറായി. സാർ. ആ, വെരി ഫസ്റ്റ് കായാമ്പ് പാടാമോ? കായാമ്പൂ ആ, ആ. കണ്ണിൽ വീഴും. അത് ആദ്യം പാടിയത് സൂപ്പർ ആയിരുന്നു. അതിന് മൂന്നാമത്തെ ഒരു ഉമ്മ ഉണ്ടേ. താങ്ക് യു സാർ. ഉമ്മ. പിന്നെയും പാടാൻ പറ്റും. പറയുമ്പോഴത്തേക്ക് അതാണ്. ചില ആൾക്കാരൊക്കെ നമുക്കറിയാം കണ്ണ് തുറന്ന് പാടുന്നവരുണ്ട്, ഹൃദയം തുറന്ന് പാടുന്നുണ്ട്. ഇവിടെ സംഗീതത്തിന്റെ കണ്ണുകളാൽ പാടുന്ന ഒരാളാണ് താങ്ക് യു സാർ. നമ്മുടെ റിയാൻകുട്ടൻ എന്ന് പറയുന്നത്. താങ്ക് യു സാർ. ആ, അതൊരു അനുഭവമാണ്. ഇറ്റ് ഇസ് എൻ എക്സ്പീരിയൻസ്. ആ എക്സ്പീരിയൻസിൽ നിന്നാണ് മുന്നോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ടോപ്പ് സിംഗറിൽ റിയാൻകുട്ടൻ്റെ സംഗീതമായിട്ട്. കണ്ടില്ലേ, റിയാൻകുട്ടൻ്റെ എല്ലാ കൂട്ടുകാരും വന്നിട്ടുണ്ട്. കൂട്ടുകാർക്കൊക്കെ ഇത്ര അധികം സന്തോഷമായിരിക്കും റിയാൻകുട്ടൻ ഇങ്ങനെയൊക്കെ പാടുന്നുണ്ടല്ലോ. നമുക്ക് ഒരു ഉഗ്രൻ കൈയടി കൊടുക്കാം. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു. ഇത്രയും ശക്തിയായിട്ട് അടിപൊളി കയ്യടി ഈ ഫ്ലോറിൽ ഞാൻ വന്നതിന് ശേഷം ആദ്യമായിട്ടാ കേൾക്കുന്നത് കേട്ടോ. കട്ട സപ്പോർട്ട് അതെ എല്ലാവരും അതെ അതെ. അല്ലേ, വൻ കയ്യടി. ഓ താങ്ക് യു. ഓ, നല്ല അടിപൊളി ഫ്രണ്ട്സ് ആണ് റിയാൻകുട്ടന്റെ. ഫ്രണ്ട്സും ടീച്ചേഴ്സും എല്ലാരും കിടിലൻ അല്ലേ. താങ്ക് യു. താങ്ക് യു. നല്ല രസത്ത് പാടുകയും ചെയ്തു റിയാൻകുട്ടൻ. Thank അവര് you. വന്നുകൊണ്ടാണോ സ്പെഷ്യലായിട്ട് രസത്തിൽ പാടിയത്? അങ്ങനെ പറയാ, ഞാൻ എന്റെ ഫീൽഡിൽ പാടി. ആ, എന്താണ് feel? ഫീലിൽ പാടി. സർപ്രൈസ് ആയോ എന്നിട്ട് അവര് വന്നപ്പോ? അവര് വന്നപ്പോ എനിക്കാണെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. എന്റെ ഫ്രണ്ട്സും ടീച്ചേഴ്സും ഒക്കെ വരുന്നു. ഞാൻ ഞെട്ടിപ്പോയി പെട്ടെന്ന് ബിനിച്ചേട്ടൻ ആ പാടുന്ന കേട്ടപ്പോ. അടിപൊളിയാണ്. എനിക്ക് ഇന്ന് റിയാൻകുട്ടൻ പാടിയല്ലേ ആ പല്ലവി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു. എസ്പെഷ്യലി കായാമ്പൂ കണ്ണിൽ വിടരും റിപ്പീറ്റ് പാടിയില്ലേ, ആ റിപ്പീറ്റ് പാടിയപ്പോ കുറച്ചും കൂടെ ഭംഗി കൂടി. താങ്ക് യു. റിയാൻകുട്ടാ, എന്തോ മധുവങ്കലിന് വളരെ ഇഷ്ടമായി പാടിയത് താങ്ക് യു സാർ. കേട്ടോ, ഒത്തിരി ഇഷ്ടമായി. പുഴയുടെ ഏകാന്ത പുളനത്തിലും നിരവധി ഓളങ്ങൾ ശ്രുതിയിട്ടു. അവിടെ മാത്രം എനിക്ക് കുറച്ചും കൂടി പെർഫെക്റ്റ് ആവണമെന്ന് തോന്നിയത് കേട്ടോ. ബാക്കിയെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സാർ. മിടുക്കനാ, മിടുമിടുക്കൻ. താങ്ക് യു സാർ. പ്രത്യേകിച്ച് നിത്യവിസ്മയവുമായി ഞാനിറങ്ങിയ ആ ഭാഗം എനിക്ക് രോമാഞ്ചമുണ്ടായി. ഓ താങ്ക് യു സാർ. അതെ അതെ. ബിനിച്ചേട്ടാ, എന്തോ എങ്ങനെയുണ്ടായിരുന്നു റിയാന്റെ പാട്ട്? അടിപൊളിയായിരുന്നു. ഇവിടെ നമ്മുടെ കൂടെ ജെയ്സൺ സാറുണ്ട്.
ആലുവ സ്കൂൾ ഫോർ ബ്ലൈൻഡില്. സർ ഒന്ന് ഹായ്. പറയാമോ, ഒന്ന് പറയാമോ സ്കൂളിനെ കുറിച്ച്? ഞങ്ങളുടെ സ്കൂള് 1962 സ്ഥാപിക്കപ്പെട്ടതാണ്. എറണാകുളം ജില്ലയിൽ കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരേ ഒരു സ്കൂളാണ് കേരള ബ്ലൈൻഡ് സ്കൂൾ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നത്. ഇതുവരെ 700-ലധികം വിദ്യാർത്ഥികൾ പഠിച്ചു പോയിട്ടുണ്ട്. വിവിധ മേഖലകളിൽ, ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ, ബാങ്ക് മാനേജേഴ്സ്, പ്രൊഫസേഴ്സ്, ടീച്ചേഴ്സ്, മ്യൂസീഷ്യൻസ് ഉണ്ട്. അങ്ങനെ വിവിധ നിലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരാണ് ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികൾ. അതിലൊരു വിദ്യാർത്ഥി അസ്ന അസ്ലം സ്കൂളിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ശ്രീമതി ഗീതു മോഹൻദാസിന്റെ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച് ദേശീയ അവാർഡ് വാങ്ങിയ താരമാണ്. അതിൽ ഏറ്റവും രസകരമായ വസ്തുത, ഈ അസ്ന 11ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ സിനിമയെ പറ്റിയും അസ്നയെ പറ്റി അസ്ന തന്നെ പഠിക്കാനൊരു അവസരം ഉണ്ടായി. അസ്നയ്ക്ക് വളരെ കൗതുകരമായ ഒരു അനുഭവമായിരുന്നു. റയാൻ ഞങ്ങളുടെ ഇളം തറമുലയിൽ ഒരു പൊന്നു മോനാണ്. റയാനും ബിനുവും വളരെ മികച്ച രീതിയിൽ പഠന കാര്യത്തിലാണെങ്കിലും പെർഫോമൻസിൻ്റെ കാര്യത്തിലാണ് മുന്നോട്ട് പോകുന്നു. അതുപോലെ ഞങ്ങളുടെ സ്കൂള് യൂത്ത് ഫെസ്റ്റിവലൊക്കെ വളരെ മികച്ച പ്രകടനം വർഷങ്ങളായിട്ട് നടത്തുന്നു. ഞങ്ങൾക്കൊരു ബാൻഡ് ട്രൂപ്പ് ഉണ്ട്. ബിനുവും റയാനും ആ ബാൻഡ് ട്രൂപ്പിലെ മെമ്പേഴ്സാണ്. കഴിഞ്ഞ വർഷം ഫസ്റ്റ് പ്രൈസ് നേടിയ ടീമിലെ മെമ്പേഴ്സാണ്. ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ സ്കൂളിലെ മത്സരമാണോ? സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ റയാന്റെ തൊണ്ട ഒരു പ്രശ്നമായതുകൊണ്ട് ഇപ്പൊ ഇച്ചിരി റയാൻ അല്പം ഒന്ന് പിൻവലിഞ്ഞു നിൽക്കുവാണ്. തൊണ്ടയുടെ പ്രശ്നം. ബിനിച്ചേട്ടാ, എന്തോ റിയാൻ കൂട്ടാ, എന്തോ ഞാൻ അങ്ങോട്ട് വരട്ടാ. എന്തിനാന്നറിയോ? ഒരു സംഭവം ഉണ്ട്, ഒരു പ്രൈസ് തരാനാ. എന്താ? മാർക്കാ? ദ ബെസ്റ്റ് പെർഫോമൻസ് ഓഫ് ദ ഡേ. പക്ഷെ മാർക്ക് തന്നിട്ട് വേണം അങ്ങോട്ട് വരാൻ. ഓക്കെ ഓക്കെ ഓക്കെ. റിയാൻ കൂട്ടന് ഇന്ന് 98 out of 100. താങ്ക് യു സാർ. ഉള്ളിലുള്ള പെരുമ്പരക്കനു പുഞ്ചിരിക്കുളിരു ചൂടാറായില്ലേ ആയില്ലേ സ്നേഹമാർന്നവന ഭംഗി നീട്ടുമണി സാന്ത്വനത്തണലിടാവോളം ചേർന്നു നിന്നു മലർമേടു വച്ച കണി കണ്ടുണർന്നു മനം വീണ്ടും പാടുന്നേ പാടുന്നേ. സംഭവം തരട്ടെ. രണ്ടുപേർക്കും നമ്മുടെ വില്ലി വൈറ്റ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ ആണ് കേട്ടോ. താങ്ക് യു സാർ. അപ്പൊ റയാൻ കുട്ടനാണ് ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി ഡേ. മധു സാറേ, എന്തോ സാറിനും കൂടി അറിയാൻ വേണ്ടി ഒന്ന് പറഞ്ഞോട്ടെ. എന്താണ്? എനിക്ക് പേടിയാവണം ഇങ്ങനെ പറയുമ്പോ. എന്താണ്? വേറെ ഒന്നുമില്ല, എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ദാസ് സാറിനെ ഒന്ന് കാണാൻ. ദാസ് സാറിനെ വീഡിയോ കോളിൽ കണ്ടാ മതിയോ? വീഡിയോ കോൾ എപ്പോഴെങ്കിലും റയാൻ കുട്ടൻ ഇവിടെ ഉള്ളപ്പോ വീഡിയോ കോളിൽ നമുക്ക് സംസാരിക്കാം. ഓക്കെ ഓക്കെ സാർ. ഓക്കെ. അപ്പൊ ശരിക്കും മനസ്സ് നിറഞ്ഞ ഒരു പെർഫോമൻസ് ആയിരുന്നു അല്ലേ? ശരിക്കും അതെ. ഇപ്പൊ കൺമണി പൂവെ രണ്ടുപേരും കൂടെ പാടിയപ്പോഴത്തേക്കും അത് ആണ് പാട്ടിന്റെ അനുഭവം. അത് മാത്രമാണ് പാട്ടെന്ന് ഞാൻ വിചാരിക്കണേ, അല്ലേ മധു? ഈസ് ഇറ്റ് നോട്ട്? തീർച്ചയായിട്ടും. വിനുചേട്ടന്റെ പാട്ട് കേട്ടപ്പോ തോന്നി ഇതില് ഈ ടോപ്പ് സിംഗർ സീസൺ 6 ഒരു മെമ്പർ ആക്കാമായിരുന്നു. അതെ 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 അതെ. ബിനിച്ചേട്ടാ, എന്തോ ഇനി വരുവോ? ടോപ്പ് സിംഗറിൽ വരുവോ? വരാൻ ശ്രമിക്കാം. വരാൻ ശ്രമിക്കില്ല, വരണം. വരുവോ? വരുന്നു പറയൂ. വരും. അതെ. അപ്പൊ ഞങ്ങള് നമുക്കും ഇന്നത്തെ എപ്പിസോഡ് ഒത്തിരി സ്പെഷ്യൽ ആയിരുന്നു അല്ലേ? നമ്മുടെ റയാൻകുട്ടന്റെ കൂടെയുള്ള ഒത്തിരി പേരെ നമ്മൾ കണ്ടു. ഇത്രയും വർത്താനം പറഞ്ഞു, എന്നെ സന്തോഷത്തിൽ എല്ലാവരും ഇരിക്കുന്നതെന്ന് ഞങ്ങൾക്കും അത് കാണുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ ഒത്തിരി സന്തോഷത്തിൽ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഒത്തിരി സന്തോഷത്തിൽ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ സീ യു. ടാറ്റ കൊടുത്തേക്ക്. ബിനു ചേട്ടനും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.